ഇടയ്ക്കുള്ള ഗേൾസ് ട്രിപ്പിന് ശേഷം വീണ്ടും ഒരു ട്രിപ്പ് പോവാണ്. ഒയ്യോ എൻ്റെ പെട്ടി. അങ്ങനെ പെട്ടി തുറക്കൽ ട്രാൻസാക്ഷന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് ഒരു കവറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് പോകുമ്പോൾ ഇടാൻ ഉള്ള ഡ്രസ്സാണ്, പിന്നെ അത് വീട്ടിലിടാനുള്ള ഡ്രസ്സ്, പിന്നെ അതും മറ്റേ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടുള്ളത് സോക്സും കാര്യങ്ങളും, പിന്നെ എൻ്റെ സ്വെറ്റർ, ക്യാപ്പ് എല്ലാം അങ്ങനെയെല്ലാം അടുക്കി പറക്കി ഞാൻ മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഈ ബാഗിലേക്ക് ആക്കണം. ഇത് കൊള്ളുമോ എന്നുള്ളതാണ് ഡൗട്ട്. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പോവാണ് ഓഫീസിലേക്ക്. ഇനി ഓഫീസിലെത്തിയിട്ട് അവിടെ വണ്ടി വരും. അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് നമ്മൾ മൂന്നാറിലേക്ക് യാത്ര ആവുന്നത്. അങ്ങനെ പാട്ടിൻ്റെ ഇടയിൽ വണ്ടി വന്നു എന്നുള്ള കോളാണ് നിങ്ങൾ കേട്ടത്. വണ്ടി വന്നതും നമ്മൾ പെട്ടിയും കിടക്കിയൊക്കെ എടുത്ത് വണ്ടി കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി സ്റ്റാർട്ടായതും ഫുള്ള് ഡാൻസും ബഹളമായിരുന്നു. അങ്ങനെ നമ്മളിതാ നല്ലൊരു നിലാവത്ത് ചെയ്യപ്പാറ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി നിർത്തിയേക്കുവാണ്. ആക്ച്വലി നൈറ്റിൽ വാട്ടർഫോൾസ് ഒരു വേറെ വൈബ് തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഫ്ലാഷ് അടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന അശ്വിനിയും അലക്സിനെയാണ്. വെറുതെ അല്ല, എൻ്റെ ചൊറിഞ്ഞതിൻ്റെ പേര് മാത്രം. അങ്ങനെ കഴിച്ച് നമ്മളിത് യാത്രയ്ക്കൊടുവിൽ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും പറക്കാട്ട് റിസോർട്ടിലെത്തി. നമ്മുടെ ഫസ്റ്റ് സ്പോട്ട് വന്നിട്ട് പറക്കാട്ട് റിസോർട്ടാണ്. ഈ റിസോർട്ടിലേക്ക് വരാൻ ഞാൻ അത്യാവശ്യം കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും, പിന്നെ ഈ റിസോർട്ട് തന്നെ കാണാനൊരു അടിപൊളിയാണെന്ന് ആ വീഡിയോസിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഞാൻ അത്യാവശ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളപ്പോൾ പറക്കാട് റിസോർട്ടിലെത്തി. ഇതാണ് നമ്മുടെ റൂം. അങ്ങനെ ഗൈസ് നമ്മൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ ഇറങ്ങിയേക്കാണ്. പുലർച്ചെ 4 മണിക്കൊക്കെ എത്തിയപ്പോൾ ഇരുട്ടായിരുന്നില്ലേ, ഒന്നും കാണാനൊന്നും പറ്റിയില്ലല്ലോ. സോ ഇപ്പം നമ്മളിതേ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റണ അവരുടെ മെയിൻ ഫോട്ടോ പോയിന്റിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടുത്തെ വ്യൂവും അടിപൊളിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളവിടെ നേരെ പോയത് നമ്മളുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കഴിക്കാനും ചെറുതായിട്ടൊരു സ്ഥലത്ത് നിർത്തി. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് നാഷണൽ പാർക്ക് എത്തി. അപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂവിൽ നിൽക്കുകയാണ്. ആരോ എനിക്കറിയില്ല കേട്ടോ, ആരോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തുള്ള ഭാഗമൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പണ്ട് വന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ ഗാർഡൻ ഉണ്ടായിരുന്നില്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 കൊല്ലമൊക്കെ മുന്നേ ആയിരിക്കും. അപ്പോൾ അത് ഇങ്ങനൊരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ചെല്ലണത് ഒരു വേറെ ക്യൂവിലേക്കാണ്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ബസ് കാത്തു നിൽക്കുന്ന ക്യൂ ആണത്. അപ്പോൾ ഓരോ ബസ്സിലൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുക. അപ്പോൾ നമ്മളും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു നമ്മളുടെ ടേണിന് വേണ്ടിയിട്ട്. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലാണ്. നമ്മളിപ്പോൾ ബസ് കയറാൻ നിൽക്കുവാണ്. കറി இங்க தம்பி ஃப்ரெண்ட் சீட் எடுத்துட்டேன். 100,000 ஆசை. I also want side seat. Darling.
നമ്മൾ ഈ കയറിയ ബസ് ഇറങ്ങി അങ്ങ് നടക്കുന്നുണ്ട് കുറച്ച് വരാടിനെ കാണാൻ. പക്ഷേ അവിടെ തൊട്ടുള്ള ക്ലിപ്സ് എൻ്റെ കയ്യിൽ കാണാനുള്ള ഗൈസ്. ക്ലിപ്സും കണ്ടില്ല, വരാടിനെയും കണ്ടില്ല. അപ്പം ഞാൻ ദേ ഫോട്ടോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. നമ്മളതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അവിടെ തന്നെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് ബിരിയാണി കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റിസോർട്ടിലേക്ക് തന്നെ എത്തിയിട്ടോ. അപ്പോൾ റിസോർട്ടിൽ പരിപാടീസൊക്കെ ഇതാ ഇനി തുടങ്ങാറായിട്ടുണ്ട്. ഇവിടെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അതിൽ വന്നിട്ട് നമ്മുടെ ജീപ്പ് ട്രക്കിംഗ് ആണ്. ഇവരുടെ ഈ ഒരു സ്ഥലത്ത് കൂടെ തന്നെ ട്രക്ക് ചെയ്ത് നമ്മൾ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇനി അതൊക്കെയാണ്. സോ നമ്മളത് ചെയ്യാൻ വേണ്ടി ഇതാ ജീപ്പ് തപ്പി നടക്കുവാണ്. അങ്ങനെ അവിടുത്തെ പരിപാടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീപ്പ് ട്രക്കിംഗ് ഉണ്ട്, പിന്നെ നമുക്ക് സ്കൈ സൈക്ലിംഗ് ചെയ്യാം, അതേപോലെ റോപ്പ് വാക്ക് ചെയ്യാം, പിന്നെ അവിടെ കുറേ റൂംസൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ മെയിൻ സംഭവം പൂളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതേ പൂളിലേക്ക് ഇറങ്ങാൻ പോവാണ് ഇനി. സോ നമ്മളിതേ പൂളിലിറങ്ങി കുളിച്ചു. പൂളിൽ ഇറങ്ങി കുളിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതാ ഇവിടെ റൂമിൽ വന്ന് കുളിച്ച് റെഡിയായി. നമുക്ക് ഇനി ക്യാമ്പ് ഫയർ ഉണ്ട്, ഫുഡുണ്ട്, 2 പരിപാടി ഉണ്ട്. ഞാൻ എവിടെ വെച്ചാൽ വ്ളോഗ് നിർത്തണേന്ന് അറിയില്ല, ഇങ്ങനെ സ്നിപ്പറ്റായിട്ട് എടുക്കണമുണ്ട്. അപ്പോൾ ഒന്ന് ഇരുവൈകുളത്ത് ഞാൻ ചെന്നിട്ട് വ്ളോഗ് ആക്ച്വലി എടുക്കാൻ തന്നെ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ കണ്ടന്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനുള്ളത് ഒരു കുഞ്ഞു വ്ളോഗാക്കി ഇടാനാണ് ആഗ്രഹിക്കുന്നത്. കാണാം. അതെന്താ അതെന്താ അങ്ങനെ DJ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ റൂമിൽ വന്ന് ഫുഡ് കഴിക്കുകയാണ്. ഡിന്നറ് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് അൽഫാം വാങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉറക്കമൊന്നും വരാതായപ്പോൾ നമ്മൾ ഇതാ ആ ഫോട്ടോ പോയിൻ്റ് ഇല്ലേ, അവിടെ ക്യാരംസ് കളിക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ അവിടെ ഇരുന്ന് ക്യാരംസ് കളിക്കായിരുന്നു. ആൻഡ് ഞാൻ ജയിച്ചു ഗൈസ്. 12 കോയിൻസ് നേടി ഞാൻ ജയിച്ചിരിക്കുകയാണ്. സെക്കൻഡ് വന്ന ആദർശ്, തേർഡ് വന്ന റിഷാന, ഫോർത്ത് വന്ന നന്ദു. കുട്ടി തോച്ചിന്റെ സങ്കടത്തിൽ ആണ്. എന്ത് അൺഫെയർ, എന്ത് അൺഫെയർ, എല്ലാം എനിക്ക് ഫെയർ ആയിട്ട് വരും. അങ്ങനെ ഇതാ നമ്മളുടെ ഡേ 2 അറ്റ് മൂന്നാർ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ പോണേ. ബഫേ ആയിരുന്നു, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. എനിക്കിതിൽ പാൻ കേക്ക്സും പിന്നെ സോസേജും ഒരു റോസ് മിൽക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡെസേർട്ടായിട്ടും അത്യാവശ്യം ഉണ്ടായി. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, അതൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ പിന്നെ രണ്ടാമത്തെ ഇത് പോയപ്പോഴാണ് ചോക്കോസ് ഇരിക്കണ കണ്ടേ. അപ്പോൾ ചോക്കോസും ഒക്കെ കഴിച്ച് നമ്മളങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. സെക്കൻഡ് ഡേയിലെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റിപ്പിളിൻ്റെ ചായ ബസാറിൽ വരാമെന്നുള്ളത് തന്നെയായിരുന്നു. റിപ്പിൾ നമ്മളുടെ ക്ലയൻറ്റ് കൂടെയാണ്. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് പിന്നെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തു. ക്ലയൻറ്റിനെ കണ്ട് സംസാരിച്ചു. പിന്നെ ഇവരുടെ ടീ ഫാക്ടറിയിലേക്ക് പോയി. അവിടെ നിന്ന് നമുക്ക് ടീ മേക്കിംഗ് പ്രോസസ്സ് പ്ലസ് കുറച്ച് ഡോക്യുമെൻ്ററിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു. ഞാനിവിടുന്ന് കുറച്ച് ചായപ്പൊടിയൊക്കെ വാങ്ങിട്ടോ വീട്ടിലേക്കും അമ്മമാർക്ക് കൊടുക്കാൻ. ഗൈസ് നമ്മൾ ബോട്ടിങ്ങിന് വന്നിരിക്കുവാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ മാട്ടുപ്പെട്ടി ഡാം. പൂജയുണ്ട്, ശ്രീലക്ഷ്മി ചേച്ചിയുണ്ട്, ഞാനുണ്ട്, ആദർശേട്ടനുണ്ട്. നമ്മളെങ്ങോട്ടാ പോകുന്നേ? ബോട്ടിലേക്ക്. മാട്ടുപ്പെട്ടി ഡാം അല്ല, ബോട്ടിലേക്കാ. ഈ ഒരു പറച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ ഗൈസ്. പക്ഷെ നമ്മൾ ബോട്ടിങ്ങിന് പോയൊന്നുമില്ല. ബോട്ടിങ് എന്തോ ക്യാൻസലായിലേക്ക് ആർക്കും അങ്ങനെ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു എക്കോ പോയിന്റിലേക്കാണ് വന്നത്.
അത് സൗകര്യം നേരത്തെ ഗൈസ് വി റീച്ച്ഡ് എക്കോ പോയിന്റ് ബട്ട് എക്കോ ഒന്നും വരുന്നില്ല. നമ്മുടെ വരുന്നില്ല എന്നുള്ള അവിടെ വേറെ കൊച്ചിന്റെ വരുന്നുണ്ട്. സോറി ഗൈസ്, എക്കോ ക്രിയേറ്റ് ചെയ്യാൻ മാത്രം കഴിവുള്ള ആൾക്കാരും നമ്മുടെ ടീമിലില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. എവിടെ ജോയിലേട്ടൻ എവിടെ? എക്കോ ഇല്ല ഇവിടെ, പിന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നു? ഞാൻ കേട്ടില്ല. ഗൈസ് നമ്മളിപ്പോൾ എവിടെ അറിയോ? ചിലപ്പോൾ അറിയില്ല. നമ്മൾ 3 ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ കഴിച്ചു തരാം. നാടങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയാണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കണ്ണി കാലിട്ടടിക്കുകയാ എന്നും ആകാശമുണരുകയാ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ടി വിളക്കല്ലോ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു കരുമാസത്തിൽ കുളയിൽ. അങ്ങനെ യാത്രകൾക്കൊടുവിൽ നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന കോട്ടേജ് എത്തിയേക്കാണ്. അപ്പം നമ്മൾ സെക്കൻഡ് ഡേയിൽ ചൂസ് ചെയ്ത ഒരു കോട്ടേജ് ആയിരുന്നു. ആൻഡ് ഇത് കുറച്ച് ഉള്ളിലേക്കും കുറച്ച് ഹയർ റേഞ്ചിലേക്കും ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് രാത്രി. ആൻഡ് ഇത് നല്ലൊരു സ്പേഷ്യസ് സ്ഥലമാണ്. നമ്മൾ ഇത്രയും പേർക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് സ്ഥലം കൂടുതലായിരുന്നു റൂംസൊക്കെ. അപ്പോൾ അതിലൊരു 2 റൂമാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മൾ ഗേൾസിനെ അലോട്ട് ചെയ്തത്. Oh, I like the room, yaar. So nice. എനിക്കും റിഷാനയ്ക്കും ഫസ്റ്റ് ഈ ബങ്കർ ബെഡുള്ള റൂമാണ് തന്നെ. പക്ഷേ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ, എന്തിന് ഇത്ര അധികം സ്ഥലം? അതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് മാറിയായിരുന്നു. പിന്നെ അങ്ങനെ ഇവിടെയും ക്യാമ്പ് ഫയറൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു. ചപ്പാത്തി, പൊറോട്ട ആൻഡ് ചിക്കനൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ വട്ടം കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരും പോയി കിടന്നുറങ്ങി. വെൽക്കം ടു ഡേ 3 അറ്റ് മൂന്നാർ. ഇന്ന് ആക്ച്വലി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ വട്ടവടയായിരുന്നു പ്ലാൻ. പക്ഷേ വട്ടവടയിലേക്കുള്ള പോക്ക് ക്യാൻസലാക്കി. ഭയങ്കര തിരക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിചാരിച്ച ടൈമിന് പോയി തിരിച്ചു വരാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ആ ഒരു പ്ലാൻ ക്യാൻസലാക്കി. സോ നമ്മൾ ഇനി നേരെ പോകുന്നത് നമ്മുടെ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി കോട കിട്ടി ഗൈസ്. ഇതുവരെ അവിടെ മൂന്നാറിൽ 2 ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്ത കോട ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ കിട്ടി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ ടോപ്പ് സ്റ്റേഷൻ. നമ്മൾ എല്ലാവരും ഉണ്ട്. അലക്സ് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാണ് ഗൈസ്. വീഡിയോ ആണോ ഫോട്ടോ ആണോ? അലക്സ് വീഡിയോക്കാണ് പോസ്റ്റ്. ജിജിൻ ചേട്ടൻ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. നമ്മളിപ്പോൾ മൂന്നാർ ഭക്ഷണം കഴിക്കാൻ അശ്വിൻ രാജ് ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. ഇയാളെന്താ ഓർഡർ ചെയ്തത്? ഞാൻ റിഷാനയുടെ ഇതിന് ഷെയറാണ് കഴിക്കുന്നത്. റിഷാൻ ഓൾസോ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത്. യു വാണ്ട് ടു സീ റിഷാന? ഇവിടെ ക്യാച്ച് പിടിച്ചിട്ടാ ഈ ഫ്ലൈങ് കിസ് കൊടുത്ത് ഞാൻ ക്യാച്ച് പിടിച്ചു. ഗൈസ്, ഇതാ ഒട്ടാവി ഹിൽസ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് ആണ്. അവിടെ തന്നെയാണ് നമ്മൾ 3rd ഡേയും ഫുഡ് കഴിക്കാൻ വന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. 3 ദിവസം ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ അതൊരു കമ്പൈൻ ചെയ്ത് ഒരു മെമ്മറി അല്ലേ എല്ലാം, അതുകൊണ്ട് ഒരു വ്ളോഗ് ഉണ്ടാക്കിയതാണ്. സോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത കാണുന്നവരെ ബൈ ബൈ.